Next, capital profit. Capitalization of super profit. Step number 1. Capitalization of super profit ആണ്. So step number 1, calculation of average profit. And the equation, total profit divided by number of years. Average profit കിട്ടും. Second step നമ്മൾ കാണുക ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ സിമ്പിൾ ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഔട്ട്സൈഡ് ലാബിലിറ്റി ഉണ്ടാവുക. ഔട്ട്സൈഡ് ലാബിലിറ്റി ഇവിടെ അസറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 100 രൂപയാണ് ഉള്ളത്. കാരണം 80 രൂപ ക്യാപിറ്റൽ ഉണ്ടോന്നാണ്, 20 രൂപ ഔട്ട്സൈഡ് ലാബിലിറ്റി ആണ്. ഈ 80 ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ അസറ്റ്സ് മൈനസ് outside liability. So capital employed is equal to total asset minus outside liability. Clear? Okay. From capital employed ഉണ്ട്, normal rate ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Normal profit കാണാം. Normal profit is equal to എന്താ ഇക്വേഷൻ പറഞ്ഞേ? Capital employed into ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? റേറ്റ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ മീൻസ് 10% ആണെങ്കിൽ 10/100 തന്നെയാണ് എഴുതേണ്ടത്. ഇവിടെ റെസിപ്രോക്കൽ ഉപയോഗിക്കാൻ പാടില്ല. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ഫോർത്ത് സ്റ്റെപ്പില് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാണും. ഇത് കാണും സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. റെഡി? ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറയുന്നു സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ്വിൽ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു reciprocal of normal rate of return, അല്ലേ? 100 divided by rate ചെയ്യും. So here you can find out value of goodwill as per capitalization. Clear?